അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വളരെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, നമ്മളുടെയൊക്കെയും നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതലായി സ്വീകരിക്കേണ്ട ഒരു മാതൃകയാണ് വിശുദ്ധമായ റബീഇന്റെ മാസത്തിൽ പ്രത്യേകിച്ച് നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട വലിയൊരു ജീവിതമാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. റബീഇന്റെ പൊന്നമ്പിളി വാനത്തുയർന്നു വന്നതിന് ശേഷം മനസ്സിലൊരു കുളിര് തോന്നിയിട്ടുണ്ടോ? നമ്മളുടെ ഹൃദയത്തിന് വല്ലാത്തൊരിഷ്ടം ആ മദീനയോട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? മദീന എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രകമ്പനം കൊള്ളണമെന്നാണ്, ഹൃദയത്തിൽ വല്ലാത്തൊരു തരളിതമായ സ്നേഹം കടന്നു വരണമെന്നാണ്. അള്ളാഹു ആ ഹബീബിനെ എത്രമാത്രമാണ് ഖുർആനിലൂടെ വർണ്ണിച്ചത്, എത്ര വാചകങ്ങളിലൂടെയാണ്. ഓരോ വാചകങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത മഹബ്ബത്തിനെ അള്ളാഹു പ്രകടിപ്പിക്കുന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിലൂടെ പലയിടങ്ങളിലായി നമ്മൾക്ക് കാണാം. അലം നശ്റഹ് ലക സ്വദ്റക്, നബിയുടെ ഹൃദയ വിശാലതയെക്കുറിച്ച്, ഹൃദയത്തെ അള്ളാഹു വിശാലമാക്കിയതിനെ കുറിച്ച്. അതുപോലെ തന്നെ നബിയുടെ വിശുദ്ധമായ കാഴ്ചയെ കുറിച്ച്. അതേപോലെ തന്നെ ബിൽ മുഅ്മിനീന റഊഫുൻ, മുഅ്മിനീങ്ങളോട് അലിവുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ യൻതിഖു അനിൽ ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരം ഹബീബ് ഒന്നും സംസാരിച്ചിട്ടില്ലെന്ന്. അതേപോലെ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നിങ്ങൾ ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ മേലാണെന്ന്. എത്രമാത്രം മനോഹരമായാണ് ഹബീബിന്റെ ആ ജീവിതത്തെ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നത്. ഖുർആനിലൂടെ അള്ളാഹു നമ്മൾക്ക് കാണിച്ചു തരികയാണ് അവിടുത്തെ ജീവിതത്തിന്റെ മാസ്മരികമായ സൗന്ദര്യത്തെ, അവിടുത്തെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ലാളിത്യത്തെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ മനോഹാരിതയെ നമ്മൾക്ക് വരച്ചു കാട്ടി തരികയാണ്. ഇവിടെയാണ് ഈ റബീഉൽ അവ്വൽ, പ്രിയമുള്ളവരെ, 1500 വർഷമാണ്, 1.5 സഹസ്രാബ്ദമാണ് ഹബീബ് ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ട്. 1.5 സഹസ്രാബ്ദം പിന്നിടുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരലയൊലി ഉണ്ടാവണം. ആ അലയൊലി കാരണമായി നാളെ രക്ഷപ്പെടാൻ നമ്മൾക്ക് സാധിക്കണം. പലപ്പോഴും ആ രക്ഷയുടെ കവാടങ്ങൾ തുറന്ന് നമ്മൾ മുന്നോട്ട് പോവാറില്ല. കാരണം പല ആളുകളും അതിൽ നിന്ന് വഴുതി പോവാറാണ് പതിവുള്ളത്. ഹൃദയത്തിൽ അപങ്കുരം വിന്യസിക്കുന്ന ഒരു ഇഷ്കുണ്ടാവണം. ആ ഇഷ്കുണ്ടാവണമെങ്കിൽ ഇഷ്കു പഠിപ്പിച്ച റബ്ബിന്റെ വാചകങ്ങൾ നമ്മൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി, അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്നല്ലാഹു പറഞ്ഞിട്ട് പറയാണ്, അതുകൊണ്ട് നബിയെ, അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, സല്ലു അലൈഹി, നിങ്ങളും സ്വലാത്ത് ചെല്ലണമെന്ന് പറയുമ്പോൾ അതിന്റെ മഹത്വത്തെ എത്രമാത്രം ഉൾക്കൊള്ളാൻ നമ്മൾക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ വിശുദ്ധമായ റബീഉൽ ആ ഹബീബിനോടുള്ള ഇഷ്കും മഹബ്ബത്തും അള്ളാഹു നിലനിർത്തി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.